കാഴ്ചവെച്ച കോൺഗ്രസിൽ കൊടുമ്പിരി കൊണ്ട് മുഖ്യമന്ത്രി ചർച്ചകൾ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി ആരാക്കണമെന്ന ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴത്തെ MLA-മാരുടെ പിന്തുണ സമാഹരിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ക്യാമ്പുകൾ. ഫ്ലക്സുകൾ സ്ഥാപിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ അനുകൂല തരംഗമുണ്ടാക്കാനും നേതാക്കന്മാരുടെ ക്യാമ്പുകൾ ശ്രമിക്കുന്നുണ്ട്. KCക്ക് വേണ്ടി പിന്തുണ ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മാത്യു കുഴൽനാടനും AP അനിൽകുമാറും. MLA-മാരിൽ ഭൂരിപക്ഷവും തങ്ങൾക്കൊപ്പമാണെന്നാണ് KC പക്ഷത്തിന്റെ ആത്മവിശ്വാസം. അത് കണക്കിലെടുത്താൽ ആകെ ജയിച്ച കോൺഗ്രസ് MLA-മാരിൽ എണ്ണവും കുറവ് സതീശൻ ക്യാമ്പിലാണ്. പക്ഷേ 2021 പ്രതിപക്ഷ നേതാവായി വീണ്ടും ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ AI ഗ്രൂപ്പുകൾ സംയുക്തമായി തീരുമാനിച്ചിട്ടും അത് അട്ടിമറിക്കപ്പെട്ട സാഹചര്യവും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് ഷിയാസും N ശക്തനും ഉൾപ്പെടെയുള്ളവരാണ് VD സതീശനുള്ള പിന്തുണയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. സീനിയോറിറ്റി പരിഗണിക്കപ്പെടുന്ന പക്ഷം കാര്യങ്ങൾ ചെന്നിത്തലയ്ക്ക് അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ. അതേസമയം ചെന്നിത്തല ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി. NGO അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെ വലിയ സംഘമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നത്. ഇന്നലെ ഡൽഹിയിലെത്തിയ KC വേണുഗോപാലിനും വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത്. അതിനിടെ ചില MLA-മാർ തങ്ങൾ ആർക്കൊപ്പമാണെന്ന് പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രഖ്യാപനവും നടത്തുന്നുണ്ട്. ചടയമംഗലം മണ്ഡലത്തിൽ മന്ത്രി J ചിഞ്ചുറാണിയെ പരാജയപ്പെടുത്തിയ MM നസീർ താൻ വേണുഗോപാലിനൊപ്പമാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് സീറ്റ് നൽകിയത് KC ആണെന്നും അതിനാൽ അദ്ദേഹത്തിനാണ് പിന്തുണയെന്നുമായിരുന്നു നസീറിന്റെ വാക്കുകൾ. UDF 102 സീറ്റുകൾ നേടി വൻ വിജയം നേടിയപ്പോൾ കോൺഗ്രസ് ജയിച്ചു കയറിയത് 63 സീറ്റുകളാണ്. ചുരുങ്ങിയത് 43 MLA-മാരുടെ പിന്തുണയും 3 സ്വതന്ത്രരും ഒപ്പമുണ്ടെന്ന് KC വേണുഗോപാൽ ക്യാമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വിവിധ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിലെ പ്രകടനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുണയാകുമെന്നാണ് VD സതീശൻ ക്യാമ്പ് വിശ്വസിക്കുന്നത്. ചൊവ്വാഴ്ച പരവൂരിലെത്തിയ സതീശന് റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. ഇന്ന് രാവിലെ TJ വിനോദും ദീപക് ജോയിയും സതീശനെ കാണാൻ ആലുവയിലെ വീട്ടിലെത്തിയിരുന്നു. MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേന്ദ്ര നിരീക്ഷകർ കണ്ട് അഭിപ്രായം തേടുകയും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കാനുമാണ് എല്ലാ സാധ്യതയും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വൻ വിജയത്തിന് പിന്നാലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലും മുറവിളി നടത്തുകയാണ് ഒരു കൂട്ടം ആളുകൾ. പട നയിച്ചവൻ നാർ നയിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങളോടെ ഒരു വിഭാഗം UDF പ്രവർത്തകർ സോഷ്യൽ മീഡിയ പ്രചാരണവും ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നെഴുതി സതീശനെ പിന്തുണയ്ക്കുന്ന ഫ്ലക്സ് വയനാട്ടിലടക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രവർത്തകരെയും നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിന് താഴെ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് കമന്റുകൾ ഏറെയും. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പോലെ ചെയ്യരുതെന്നും പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനത്തിന്റെയും മനസ്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളും ചിലർ നടത്തിയിട്ടുണ്ട്. ഇതിനിടെ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസം പരവൂരിലെത്തിയ VD സതീശനെ കാണാൻ MLA-മാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി സതീശന് എറണാകുളത്ത് ആവേശോജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സർക്കാർ രൂപവൽക്കരണത്തിനുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയില്ലെങ്കിലും ഘടകകക്ഷി നേതാക്കൾ VD സതീശനുമായി അനൌദ്യോഗിക ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സതീശനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബ്, CMP നേതാവ് CP ജോൺ എന്നിവരും സതീശനെ സന്ദർശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലെ തർക്കം മുറുകുന്നതിനിടെയാണ് ഘടകകക്ഷി നേതാക്കൾ സതീശനെ കണ്ടത്. ലീഗ് സതീശനെ പിന്തുണയ്ക്കുന്നെന്ന് പരോക്ഷമായി വ്യക്തമാക്കിയിരുന്നു. മറ്റ് ഘടകകക്ഷികളും സതീശനോട് ആഭിമുഖ്യം പുലർത്തുന്നെന്നും സൂചനയുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഘടകകക്ഷികൾ നേരിട്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഇടപെടില്ല. കോൺഗ്രസ് യോജിച്ച് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്നാണ് നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.